പ്രിയ സുഹൃത്തെ, വിവാഹം, സൽക്കാരം, ഇങ്ങനെ എന്ത് പരിപാടിയാണെങ്കിലും ചിക്കൻ വിളമ്പാത്ത ഒരു സദ്യയുമില്ല. അതും ചിക്കൻ 65, തന്തൂരി, അൽഫാം, ഷവായ, പെപ്പർ ചിക്കൻ, ഗാർലിക് ചിക്കൻ, ജിഞ്ചർ ചിക്കൻ. ചുരുക്കത്തിൽ ചുക്കയില്ലാത്ത കഷായമില്ല എന്ന് പറയും പോലെ കോഴി ഇല്ലാത്ത സദ്യയില്ല. അതും ബ്രോയിലർ കോഴി അഥവാ ബലൂൺ കോഴി. എന്നാൽ ഈ കോഴി നമ്മുടെ തീന്മേശയിലേക്ക് എങ്ങനെയാണ് വരുന്നതെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? കുഴി എണ്ണുന്നതെന്തിനാ? അപ്പം തിന്നാൽ പോരെ, അല്ലേ? എന്നാൽ ഈ ബ്രോയിലർ ചിക്കന് പിന്നിലുള്ള ആ വലിയ സത്യം നാം തീർച്ചയായിട്ടും മനസ്സിലാക്കണം. സാധാരണ വലിയ ഒരു കോഴി ആവാൻ 6 മാസത്തിലധികം സമയമെടുക്കും. എന്നാൽ ബ്രോയിലർ കോഴി 1.5 മുതൽ 2.5 വരെ തൂക്കമുണ്ടാവുന്നത് വെറും 27 ദിവസം കൊണ്ടാണ്. അതേ സുഹൃത്തെ, അതിക്രൂരമായ പീഡനത്തിനിരയാക്കിയാണ് ഈ പാവം ജീവിയെ ഈ പരുവത്തിലാക്കുന്നത്. മുട്ട വിരിഞ്ഞ് 14ാമത്തെ ദിവസം കോഴിക്കുഞ്ഞിന്റെ ചിറകിനടിയിൽ ചില ഗ്രോത്ത് ഹോർമോണുകളോ സ്റ്റിറോയിഡോ വെക്കും. പിന്നെ അവ ബലൂണ് പോലെ വീർത്തു വരും. ഈ മരുന്ന് പ്രയോഗം കോഴിക്കുഞ്ഞുങ്ങളെ കടുത്ത പകയുള്ളവരാക്കി മാറ്റും. അപ്പോൾ കൂടെയുള്ള കോഴിക്കുഞ്ഞുങ്ങളെ കൊത്തും. ഇത് ഒഴിവാക്കാനായി ഈ പാവം ജീവിയുടെ ചുണ്ടുകൾ അരിഞ്ഞു കളയും. സ്വയം കൊത്താതിരിക്കാൻ ഓരോന്നിനെയും ഇടുങ്ങിയ അറകളിലാക്കുകയും ചെയ്യും. ബലൂണ് പോലെ വീർപ്പിച്ച ഈ കോഴികളുടെ എല്ലുകൾ ബലമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ ശരിയായി ഓടാനും നടക്കാനും പറക്കാനും കഴിയില്ല. മാത്രവുമല്ല, ഇവയുടെ മാംസം ശരിയായ ന്യൂട്രീഷൻ വാല്യൂ ഇല്ലാത്തതുമാണ്. ഇവ ഉണ്ടാക്കുന്ന ഫാമിൽ പോയി നോക്കിയാൽ പിന്നെ ഒരിക്കലും ബ്രോയിലർ കോഴി നാം കഴിക്കില്ല. ഇത്രയും ക്രൂരത ചെയ്ത ഈ കോഴിയെ നാം രുചിയോടെ അകത്താക്കുമ്പോൾ ഒത്തിരി സമ്മാനങ്ങളാണ് നമ്മളെ കാത്തിരിക്കുന്നത്. കോഴികളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അഡ്രിനാലിൻ പോലെയുള്ള ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ എത്തുമ്പോൾ നമ്മുടെ പെൺകുട്ടികൾ വളരെ ചെറിയ പ്രായത്തിൽ പ്രായപൂർത്തിയാവുകയും ലൈംഗിക ആഗ്രഹങ്ങൾ ജനിക്കുകയും സൗന്ദര്യം നഷ്ടപ്പെടുകയും പെട്ടെന്ന് വാർദ്ധക്യം എത്തുകയും ചെയ്യും. ചെറിയ കോഴിക്കുഞ്ഞ് വലിയ കോഴി ആവുന്നത് എങ്ങനെയോ അതുപോലെ 1960 കാലങ്ങളിൽ 19-20 വയസ്സിൽ പെൺകുട്ടികൾ പ്രായപൂർത്തിയായപ്പോൾ 2015 ആയപ്പോഴേക്കും 5 വയസ്സിൽ തന്നെ പ്രായപൂർത്തിയായി. നേരത്തെ പ്രായപൂർത്തിയായാൽ നേരത്തെ വൃദ്ധയാകുമെന്ന് പറയേണ്ട കാര്യമില്ല. കോഴിയിലെ ഈസ്ട്രോജൻ ആൺകുട്ടികളിൽ സ്ത്രീകളുടെ സ്വഭാവം ഉണ്ടാക്കും. സ്ത്രീയോട് സാമ്യമായ ശരീരഭാഗങ്ങളും നൽകുമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. തീർന്നില്ല, അമിതമായ ടെൻഷൻ, പക, വിഷാദരോഗം, ദേഷ്യം, ഇതും ബ്രോയിലർ കോഴിയുടെ സമ്മാനങ്ങളാണ്. ക്യാൻസർ വരെ ഉണ്ടാവാമെന്ന് പുതിയ പഠനങ്ങൾ തെളിയിക്കുന്നു. എന്നാൽ KFC ഇത് ബ്രോയിലർ കോഴിയേക്കാളും ഭീകരമാണ്. അതിനെ ചിക്കൻ എന്ന് വിളിക്കാനാവില്ല. ചുണ്ടോ ചിറകോ തുവലുകളോ ഇല്ലാത്ത ഒരു മാംസപിണ്ഡം മാത്രം. എല്ലുകൾ വളരെ കുറഞ്ഞ ഈ മാംസപിണ്ഡങ്ങൾ സൂര്യപ്രകാശമേറ്റാൽ ചത്തുവീഴും. ഈ സാധനങ്ങളെ നേരിട്ട് കണ്ടാൽ പിന്നെ ഒരാഴ്ചക്ക് നമ്മൾ ഭക്ഷണം പോലും കഴിക്കില്ല. മനുഷ്യൻ എന്തിനാണ് ഇത്ര ക്രൂരനാകുന്നത്? ഈ ബ്രോയിലർ കോഴിയെയും KFCയെയും ഹോർമോൺ കൊടുത്ത് ഒരു വിശ്രമവുമില്ലാതെ മുട്ടയിടുന്ന ചണ്ടിക്കോഴികളെയും നാം കഴിക്കുമ്പോൾ ഓർക്കുക, ഒരു വലിയ പീഡനകഥ ഇവയ്ക്ക് പിന്നിലുണ്ടെന്ന്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളിൽ സംശയമുള്ളവർക്ക് വെബ്സൈറ്റിൽ പരിശോധിക്കാവുന്നതാണ്. ഇനി പറ, ഇത്രയും വലിയ പൊല്ലാപ്പ് നാം പേറണോ? തീരുമാനം നിങ്ങളുടേതാണ്.